ഓക്കെ, ഇന്നത്തെ ഫൈനൽ സെഷനാണത്. അതായത് ഇന്നത്തെ 5ാമത്തെ സെഷൻ. 50 മിനിറ്റുള്ള സെഷൻസാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഇന്ന് ആക്ച്വലി പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും പറ്റാറുള്ളൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബദ്ധമല്ല, നമ്മളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെഷനിൽ കൊണ്ടുപോയി ലോസ് ആയി കളയും. അതായത് ലാസ്റ്റ് സെഷനിൽ എൻട്രി ചെയ്ത് കുറച്ച് 1-2 ലോസും കഴിയുമ്പോൾ ഇത്രയും നേരം പ്രോഫിറ്റ് ആയിരുന്നു, രാവിലെ എല്ലാ സെഷനിലും പ്രോഫിറ്റ് ആയിട്ട് അവസാനം കൊണ്ട് ഇത് ലോസ് ആക്കുന്ന പറഞ്ഞിട്ട് റിവെഞ്ച് ആക്റ്റീവ് പോകും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ മിനിമലായിട്ട് സ്ലോ ഡൗൺ ചെയ്ത് വളരെ കുറച്ച് ട്രേഡുകൾ എടുക്കുക. ബിഗർ ലോസിലോട്ടൊക്കെ പോകാതെ നോക്കുക, പ്രോഫിറ്റ് ഉള്ളത് കളയാതെ നോക്കുക. ഓക്കെ, ലെറ്റ്സ് ട്രൈ. 15 മിനിറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ 248 ആണ് മാക്സിമം. 10 ട്രേഡ്സ് 10 എൻട്രി വരെയാണ് അറ്റ് എ ടൈം ഒരു പേരിൽ എടുക്കാറുള്ളത്. പിന്നെ നമ്മളുടെ മൈൻഡിൽ റിവഞ്ച് എപ്പോഴെങ്കിലും ആക്റ്റീവ് ആവാം, എപ്പോഴെങ്കിലും ട്രിഗർ ആവാം. അപ്പോൾ അത് ഫുൾ ടൈം ശ്രദ്ധിക്കുക, എപ്പോഴാണ് ട്രിഗർ ആവണമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 ലോസ് ഒരു പെയറിൽ വന്നു കഴിഞ്ഞാൽ ആ പെയർ തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിലും ഈ റിവഞ്ച് ആക്റ്റീവ് ആവും. ഒരു സെല്ലടിച്ചു പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കണ്ടത് ഇവിടെ ഇത് സപ്പോർട്ടാണ് ആക്ച്വലി. ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അടിച്ചത്. പിന്നെ ഒരു വിക്ക് കണ്ട്, ഇത്രയും വലിയ വിക്ക് ഉണ്ടായിരുന്നു. ആ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി താഴേക്ക് വരും, അപ്പോൾ അതുകൊണ്ടാണ് സെല്ല് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു മാർക്കിങ്ങിൽ ഈ ഭാഗത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിലൊരു നമ്മൾ വീണ്ടും ഒരു എൻട്രി നടത്തിയിട്ട് അത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എൻട്രി ചെയ്യാണ്ട് ഇങ്ങനെ പിടിച്ചേക്കാനാണ്. നമുക്ക് എൻ്റെ പ്രീവിയസ് ഒരു നേരത്തെ ഒരു റെസിസ്റ്റൻസ് ആണ്, അതായത് ഇപ്പോഴത്തെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. റീ എൻട്രി ചെയ്യണ്ട, നമുക്ക് വേറൊരു പേര് നോക്കാം. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇതേ തന്നെ. നേരത്തെ പറഞ്ഞ വിക്കില്ലേ, അത് റീഫിൽ ചെയ്തു കണ്ടോ. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് ഇവിടെ ആയിരുന്നു നേരത്തെ. അതിനുശേഷം വന്ന ആ ഗ്രീൻ ക്യാൻഡിൽ ആക്ച്വലി ഫേക്കായിരുന്നു. കുറേ പേരെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ടുണ്ടാവും. അത് ഉദ്ദേശിച്ച സ്ഥലത്തോടെ തന്നെ വന്നു. നമുക്ക് എന്തായാലും അത് നമ്മൾ മൾട്ടിപ്പിൾ എൻട്രീസ് നടത്തി. എത്ര എൻട്രി, ഒരു ലോസ് നേരത്തെ വന്നു. അതിനുശേഷം നമ്മൾ 1, 2, 3, 4, 5 ട്രേഡ് നടത്തിയിരുന്നല്ലേ. ഓക്കെ, 1 മിനിറ്റിൻ്റെ 30 സെക്കൻഡിൻ്റെ 3 ട്രേഡും 1 മിനിറ്റിന് 2 ട്രേഡും. അപ്പോൾ ഈ CHF എനിക്ക് എപ്പോഴും കുറേ ലോസൊക്കെ വരാറുള്ള ഒരു പെയറാട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവിടുത്തെ കളി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. ഈ പേരിൽ ചെയ്യാവുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഉണ്ട്, കുറേ നേരമായിട്ട് ഇങ്ങനെ ഗ്രീൻ തന്നെയാണ്. ഈ റെസിസ്റ്റൻസിൽ നമുക്കൊരു സെല്ല് പ്ലാൻ ചെയ്യാവുന്നതാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് കൂടാതെ തൊട്ട് മേളിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ്.
ഇവിടെ ഇത്തിരി സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഭാഗത്തായിട്ടൊരു സെല്ല്, ഇവിടെ ഒരു സിംഗിൾ ട്രേഡ് എടുക്കാം. പക്ഷേ ഇവിടെ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസിലൊരു സിംഗിൾ എൻട്രി നടത്തിയിട്ട് അത് ലോസിലോട്ട് പോകണം. കണ്ടു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എൻട്രി പിന്നീട് നടത്താവുന്നതാണ്. ഒരു പൊടി മേലോട്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ സെല്ല് എടുത്താണ് കേട്ടോ. ഇങ്ങനെ കൈ പോയതാണ്. വെയിറ്റ് ചെയ്യുക. നേരത്തെ എൻട്രി വേണ്ട, വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വന്നാൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. ഇപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇന്ന് ആകെ ഒരു 10 മിനിറ്റും കൂടി ട്രേഡ് ചെയ്യുള്ളൂ നമ്മൾ. ഇപ്പോൾ വെയിറ്റ് ചെയ്യുക. സെല്ലിനുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി കുറേ പേര് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ ഭാഗത്ത് അങ്ങോട്ട് സെല്ലടിക്കും. ഓക്കെ, താഴേക്ക് പോകുന്ന വിചാരിച്ചു. പക്ഷേ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോഴും ആ ഒരു റെസിസ്റ്റൻസിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ സെല്ലെടുത്ത് കഴിഞ്ഞാൽ മേളിലോട്ട് പോയി അതിനെ ലോസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നമുക്കൊരു നല്ല എൻട്രി അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ എൻട്രി ചെയ്താണേ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു എൻട്രി അവിടെ നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് വന്ന് മുട്ടാതെ, നമ്മൾ ഉദ്ദേശിച്ച റെസിസ്റ്റൻസിൽ മുട്ടാതെ താഴേക്ക് വന്നു. ഇതിൽ നോട്ട് ചെയ്തേക്കാം, സ്റ്റാർ ചെയ്തേക്കാം. ഇവിടെ പൊട്ടി വന്നു. ഇനി വീണ്ടും വന്ന് ഈ റെസിസ്റ്റൻസിൽ മുട്ടിയിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സപ്പോർട്ട്. ഓ ചേടാ, ബൈ ചെയ്തതാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മേലോട്ട് പോകുന്ന അറിയാം. എന്ന് വെച്ചാൽ സെക്കൻഡറി ടച്ച് അല്ലേ. പക്ഷെ നമ്മൾ ബൈ ചെയ്ത് കുറച്ച് മേലോട്ട് കയറിയപ്പോഴേക്കും ഇവിടെ ഇരുന്ന് ബൈ ചെയ്യേണ്ടത് ഈ ഭാഗത്ത്. വെയിറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ഒരുപാട് ട്രേഡ് ഈ സെഷൻ എടുക്കരുതല്ലോ, ലാസ്റ്റ് സെഷനല്ലേ. അപ്പോൾ വേറെ എൻട്രീസ് നോക്കുന്നില്ല. ഈ ഒരു എൻട്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്നും എഡിറ്റ് ചെയ്ത് ട്രിം ചെയ്യാതെ ആയിരിക്കുമല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പക്ക റോയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇത് കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടി, നമ്മളുടെ എൻ്റെ പേഴ്സണൽ ഇമോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇത് എഡിറ്റ് ചെയ്യാതെ ആയിരിക്കും ഇടുന്നത്. ഓ, ഇത് കണ്ട ലാസ്റ്റ് സെക്കൻഡിൽ വന്ന് നമുക്ക് പ്രോഫിറ്റ് വന്നു. ഞാൻ ലോസ് ആയിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മളുടെ എൻട്രി അത് ഇത്തിരി റോങ് ആയിപ്പോയാണ്. കറക്റ്റായിട്ടുള്ള എൻട്രി ആണെങ്കിൽ അത് ഷുഗർ ഷോട്ടാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത് എൻട്രി, അതായത് ട്രേഡ് എടുക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തൊന്നും ഇടുന്നില്ല, നേരെ ഫുൾ വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്ത് ഫുൾ അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ഞാൻ അനലൈസ് ചെയ്യുന്നതും ഓരോ ചാർട്ടുകൾ നോക്കുന്നതും ഓരോ പെയർ നോക്കുന്നതും എൻ്റെ ഒരു ചിന്താഗതിയും, അതായത് ഒരു ട്രേഡറിൻ്റെ ചിന്താഗതിയും ഒരു ട്രേഡറിൻ്റെ ബോറിങ് പീരീഡ്, അത് ഇൻ ബിറ്റ്വീൻ ട്രേഡ്സിനിടയിലുള്ള ആ ഒരു ബോറിങ്, അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ബോർഡം എങ്ങനെ നമ്മളുടെ പ്ലസ് ആക്കി മാറ്റാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് അതൊക്കെ അതിൽ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് എൻട്രിയിലോട്ട് പോകാൻ നോക്കട്ടെ. ഇവിടെ ഈ ഭാഗത്താണ് റെസിസ്റ്റൻസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു സെല്ലുണ്ട്. ഓക്കെ, ഞാൻ 2 മിനിറ്റ് എൻട്രി ആണ് എടുത്തത്, വേറെ ഒന്നുമില്ല. ഇവിടെ ആക്ച്വലി 2 റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മേളിലോട്ട് പോയിട്ടും റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ എൻട്രി ഇവിടെ തൽക്കാലം എടുക്കുന്നില്ല. അതിന് പകരം ഒരു 2 മിനിറ്റ് ഇട്ടിട്ട് ഈ എൻട്രിയുടെ ടൈം കൂട്ടി, ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ എൻട്രി എടുക്കാത്തത് വേറെ ഒന്നുമല്ല. അതും കൂടിയും മൾട്ടിപ്പിൾ എൻട്രി എടുത്ത് എനിക്ക് ആദ്യത്തെ ട്രേഡ് ലോസ് വന്ന മൾട്ടിപ്പിൾ എൻട്രി കുറച്ച് കഴിയുമ്പോൾ എടുത്ത് അതും കൂടി ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഫിറ്റിൽ നിന്ന് വളരെയധികം കുറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ മാനേജ് ചെയ്താണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇവിടെ
മേളിലോട്ട് പോകുന്നില്ല, അപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചുതരാം പിന്നെ സംഭവിക്കുന്നത്. ഓൾറെഡി നേരത്തെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, അത് കൂടാതെ വീണ്ടും ഒരു ട്രെൻഡ് ഇവിടെ വരുന്നുണ്ട്. ട്രെൻഡ് ലൈൻ കണ്ടോ? അപ്പോൾ ഇവിടെ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിളും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് കളിക്കും. നോക്കിയേ, കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ മേളിലേക്ക് ഗ്രീൻ 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 എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒറ്റയടിക്ക് താഴേക്ക് റെഡ് വന്നുണ്ട്. പറഞ്ഞല്ലേ ഈ ക്യാൻഡിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് 5 മിനിറ്റ് ആണ് ഇന്നത്തെ ലാസ്റ്റ് 5 മിനിറ്റ്. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡിങ് കഴിഞ്ഞു. ഇന്നത്തെ ട്രേഡ് ഫുള്ള് തീർന്നതിന് ശേഷം ഈ ടോട്ടൽ ടുഡേയ്സ് ട്രേഡ് ക്വാണ്ടിറ്റി, വിന്നിങ് പെർസെൻറ്റേജ്, എത്ര ROI റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ന് എത്ര പെർസെൻറ്റ് റിട്ടേൺ കിട്ടി, ഇതെല്ലാം ഞാൻ പറയാം. ഓക്കെ, നേരത്തെ ട്രേഡിൻ്റെ കാര്യം നമ്മൾ മറന്നു പോയായിരുന്നു. അതെ, ഗുഡ് അനാലിസിസ് ആയിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നില്ല ഇവിടെ ഒരു റീടച്ച് റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അവിടെ റീടച്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ മേ ബി ഒരു ഈ റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടി മുകളിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1 മിനിറ്റ് എൻട്രിക്ക് പകരം 2 മിനിറ്റ് ഇട്ടത്. മൾട്ടിപ്പിൾ ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഒഴിവാക്കിയാണ് മൾട്ടിപ്പിൾ ട്രേഡ് എന്നുവെച്ചാൽ കൂടുതൽ ലോസിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ നമുക്കത് പ്രോഫിറ്റായിട്ട് കിട്ടി. ഓക്കെ, ലാസ്റ്റ് 5 മിനിറ്റ് അല്ലേ, ഒരു നല്ല ട്രേഡ് എടുക്കാൻ നോക്കാം. ഇവിടെ ഇനി എങ്ങനെ ഇരിക്കുന്നു പറയാം. ഓക്കെ, നിലവിൽ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ കേട്ടോ. ഇത് ഫേക്ക് ഗ്രീൻ ക്യാൻഡിലാകും വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ റിസ്ക്കിയാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല അവിടെ. അതെ, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വെച്ചത് ആണെന്ന് പറഞ്ഞ് പോകുന്നു. ഇവിടുത്തെ സിനറിയോ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ സപ്പോർട്ടുണ്ട് ഓൾറെഡി 3 പ്രാവശ്യം ആ സപ്പോർട്ടിന് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. 1 2 3. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ താഴേക്ക് വരുമെന്ന് വിചാരിച്ചാണ് നേരെ മേലോട്ട് പോയി. മേ ബി ഇത് ഈ ഗ്രീൻ ക്യാൻഡിൽ അതൊരു ഫേക്ക് ആവാം, അതല്ലെങ്കിൽ സ്ട്രോങ് ബയേഴ്സ് വന്നതാവാം, ഡോണ്ട് നോ. ഇതൊരു സപ്പോർട്ടോടെ ഉണ്ടായിരുന്നു, അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോകണം. ആക്ച്വലി ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു 100% ആണെന്ന് പറയില്ല, 50-50 ആണെന്ന് പറയാം. ഒരു ഹാമർ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി നടത്താം. നോ, സ്ട്രോങ് ബൈയിലോട്ട് പോയി. വാവ്, ഹെവി ക്യാൻഡിൽ. ഞാൻ നോർമലി ഇവിടെ ഒരു സെല്ലൊക്കെ കൊടുക്കാറുണ്ട് ഇത്രയും വലിയ ഗ്രീൻ ക്യാൻഡിൽ കഴിയുമ്പോൾ, പക്ഷെ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ ഒരു സീനറിയോ കുറച്ച് നേരത്തെ ഉണ്ടാവും ഇവിടെ, വലിയ റെഡ് ക്യാൻഡിൽ വന്നുകൊണ്ട്. ലിക്വിഡിറ്റി ക്രിയേറ്റ് ആണ്. അതെ,
ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഭാഗത്ത്. അപ്പോൾ അവിടെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇവിടെ ഇത് കണ്ടു വെച്ചാൽ നേരത്തെ കണ്ടു വെച്ചാൽ നമുക്ക് എടുക്കാമായിരുന്നു. അവിടെ റെസിസ്റ്റൻസിൽ ഒന്ന് ടച്ച് ചെയ്തു. കുറച്ചും കൂടി നല്ലൊരു ഹാമറാണ് വന്നു വെച്ചെങ്കിൽ നമുക്കൊരു സെല്ലടിക്കാമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് സെല്ലോടെ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഭാഗത്ത് റെസിസ്റ്റൻസിലാണ്, പക്ഷേ ഇത് റിസ്ക്കിയാണ്. പക്ഷേ ഈ മൂവിങ് ആവറേജിൽ ഞാൻ ഓൾറെഡി ക്രോസ് ചെയ്തു. ചിലപ്പോൾ ഒന്നുകൂടി മുകളിലോട്ട് പോയിട്ട് ദീപാവില്ലേ ഉണ്ടോ, ഇവിടെ ഒന്നായിരിക്കും ചിലപ്പോൾ താഴേക്ക് വരുന്നത്. അപ്പോൾ കറണ്ട് പോർഷനിൽ എൻട്രി നടത്തി കഴിഞ്ഞാൽ ശരിയാകും. നമ്മളുടെ ഇന്നത്തെ ടൈമിംഗ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് 5 സെഷൻ ട്രേഡ് ചെയ്തു. ഓക്കെ, എൻട്രി എടുക്കുന്നില്ല, ജസ്റ്റ് നോക്കുന്നുള്ളൂ. കണ്ടില്ല, നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്തേക്കുന്ന ആ ഗ്രീൻ ലൈൻസിൽ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, ആ ഭാഗത്തൊക്കെ ചെന്നിട്ടാണ് ഈ വീണ്ടും പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള എൻട്രീസ് എടുക്കാം. അതായത് ആ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയിട്ട് നല്ല എൻട്രീസ് എടുക്കാൻ പറ്റും. ഓക്കെ, എനിവേ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. നല്ല റോയായിട്ട് തന്നെ നിങ്ങൾ കാണുക. ഓക്കെ, കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്നു ഫുൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞാൽ വരുന്നത് കൊണ്ടല്ല. നിങ്ങൾ ഇതിരുന്ന് കാണുന്നതോറും നിങ്ങളുടെ പേഷ്യൻസും കൂടും. അങ്ങനെ ഒരു എക്സർസൈസ് നിങ്ങൾക്ക് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ജസ്റ്റ് എൻട്രീസ് ആൻഡ് എക്സിറ്റ് മാത്രം, എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് അത് മാത്രം അറിഞ്ഞാൽ മതി. അനാലിസിസ് മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. ഓരോ ട്രേഡും എൻട്രി സമയത്ത് മാത്രം, അതിന് തൊട്ട് മുന്നേയും ആ ട്രേഡിന് മുന്നേ, ആ ട്രേഡ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. ഓക്കെ, ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ട്രേഡിംഗ് എക്സ്പീരിയൻസ്. ഇതൊരു ട്യൂട്ടോറിയലാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ട്രേഡ് ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ ട്രേഡ് നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു. ഞാൻ ഇന്നത്തെ ടോട്ടൽ അനാലിസിസ് പറയാം കേട്ടോ, എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസൊക്കെ, എത്ര വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത്.